அடுத்த question. Given the following probability distribution, compute P of mod x less than or equal to 1, P of mod x greater than 2, and P of 2x plus 3 less than or equal to 5. Corresponding PDF is also given. So, okay. So, P of mod x less than or equal to 1. Mod x less than or equal to a means x lies between minus a and plus a എന്നാണ്. അപ്പോൾ ഇവിടെ x mod x less than or equal to 1 ആണ്. That means x lies between minus 1 and plus 1 എന്നുള്ള മീനിങ് ആണ്. minus 1 less than or equal to ആണ്. less than or equal to minus 1 plus 1 അതിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് minus 1 less than or equal to x less than or equal to 1. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് വരും? minus 1 നും plus 1 നും ഇടയിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് minus 1, 0, 1 വരും. That is P of x equal to minus 1, 0, 1. That is P of x equal to 0 വരാം. P of x equal to 1 വരാം. P of x equal to minus 1 വരാം. അപ്പോൾ മൂന്ന് വാല്യൂസ് f of minus 1, f of 0, f of 1. ഇതെങ്ങനെ വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. f of 0 minus 1 plus 1. അപ്പോൾ 1 by 6 plus 1 by 12 plus 1 by 12, 2 by 12, that is 1 by 6, 2 by 6 വരും. Okay. 1 by 3 വരും ആൻസർ. ആൻസർ 1 by 3. അപ്പോൾ നെക്സ്റ്റ് അടുത്ത് നോക്കൂ. P of mod x greater than 2. നേരത്തെ പറഞ്ഞ നമുക്ക് P of mod x greater than 2 ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. അവിടെ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് മൈനസ് എക്കും പ്ലസ് എക്കും ഇടയിലാണെന്നാണ്. ഇപ്പൊ -2 പ്ലസ് 2 ഇടയിലാണെങ്കിൽ നമ്മൾ ഈ റീജിയനെ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയും. ഇനി ഇതൊഴികെയുള്ള ബാക്കി റീജിയൻ ആണ് mod x ഗ്രേറ്റർ ദാൻ 2. ഈ റീജിയനും ഈ റീജിയനും. അപ്പോൾ mod x ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഒന്നെങ്കിൽ x ഗ്രേറ്റർ ദാൻ 2 അല്ലെങ്കിൽ x ലെസ് ദാൻ -2. രണ്ട് കേസസ് വരും. അപ്പോൾ x ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? x ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 3 വരും. ഇനി x ലെസ് ദാൻ x ലെസ് ദാൻ -2 എന്ന് പറഞ്ഞാൽ -3 വരും. അപ്പോൾ രണ്ട് വാല്യൂസ് ആണ് വരിക. അല്ലെങ്കിൽ അതിന് ചെയ്യാൻ നമുക്ക് വേറൊരു രീതിയുണ്ട്. ഇതിനെ 1 മൈനസ് P ഓഫ് mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇതിനെ ഞാൻ ഒരു a എന്ന് എടുക്കുന്നു. അപ്പോൾ അതിന്റെ കോംപ്ലിമെന്റ് എന്താ? mod x ഗ്രേറ്റർ ദാൻ 2 അല്ലേ? അപ്പോൾ mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 a ആയാൽ mod x ഗ്രേറ്റർ ദാൻ 2 a കോംപ്ലിമെന്റ് ആണ്. അതല്ലാത്ത a കോംപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ P ഓഫ് a പ്ലസ് പിന്നെ ഒരു റിസൾട്ട് കൂടിയുണ്ട്. P ഓഫ് a പ്ലസ് P ഓഫ് a കോംപ്ലിമെന്റ് എന്താണ്? 1 ആണ്. ഈ എക്ക് പകരം mod x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കൊടുത്താൽ എന്ത് വരും? P of mod x less than or equal to 2 plus P of mod x greater than 2 equal to 1 കിട്ടും. Therefore, P of mod x greater than 2 can be written as 1 minus P of mod x less than or equal to 2. That is 1 minus P of mod x less than 2 എന്ന് പറഞ്ഞാൽ -2 less than or equal to x less than or equal to 2. That is 1 minus -2 പ്ലസ് 2 ഇടയിലുള്ള കംപ്ലീറ്റ് വാല്യൂസ് ഏതൊക്കെ വരും? -2, -1, 0, 1, 2. That is 1 minus f of -2 plus f of -1 plus f of 0 plus f of 1 plus f of 2. ഇത്രയും വാല്യൂസ് വരും. That is equal to എന്തൊക്കെ വരും? 1 minus 1 by 6 plus 1 by 6 plus 1 by 12 plus 1 by 12 plus 1 by 6. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം, 1 ഒന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 3 by 6 വരും. 3 by 6 എന്ന് പറഞ്ഞാൽ 1 by 2 plus 2 by 12. 2 by 12 എന്ന് പറഞ്ഞാൽ 1 by 6. അപ്പോൾ 8 by 12. 8 by 12 എന്ന് പറഞ്ഞാൽ 2 by 3. 1 minus 2 by 3. 1 minus 2 by 3. That is 1 by 3.
കാൽക്കുലേഷൻ ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. ജസ്റ്റ് കോപ്പി ചെയ്യരുത്, നിങ്ങൾ ചെയ്ത് നോക്കും. ഇനി അടുത്തത് ലാസ്റ്റ് അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഇല്ലേ, പി ഓഫ് 2x plus 3 less than or equal to 5. അതും ഇതേപോലെ തന്നെ ചെയ്യാം. എന്താ പി ഓഫ് 2x plus 3 less than or equal to 5 എന്ന് പറഞ്ഞാൽ പി ഓഫ് 2x plus 3 less than or equal to 5 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, പി ഓഫ് 2x less than or equal to 5 minus 3. അതൊരു ഇനീക്വാളിറ്റി ആണ്. 5 minus 3 എന്ന് പറഞ്ഞാൽ പി ഓഫ് 2x less than or equal to 2. That is p of x less than or equal to 1. x less than or equal to 1 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, എക്സിന്റെ വാല്യൂസ് -3 മുതൽ 2 വരെ. ഇവിടെ നിങ്ങൾ വാല്യൂസ് നോക്കുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ എത്ര വാല്യൂസ് വരുന്നുണ്ട്, 1 2 3 5 വാല്യൂസ് വരുന്നുണ്ട്. വേണേൽ നിങ്ങൾക്ക് അതിനെ 1 - p of x greater than 1 ഒക്കെ ചെയ്യാം. അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ സിമ്പിൾ വാല്യൂ ആയതുകൊണ്ട് എങ്ങനെ ചെയ്താലും കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ p of x less than or equal to 1. That means p of x equal to -3 മുതൽ കംപ്ലീറ്റ് വാല്യൂസ്, -3 മുതൽ 1 വരെയുള്ള കംപ്ലീറ്റ് വാല്യൂസ്. x equal to -3 -2 -1 0 1 5 വാല്യൂസ് വരും. അപ്പോൾ f of -3 plus f of -2 plus f of -1 plus f of 0 plus f of 1. f of -3 എന്ന് പറഞ്ഞാൽ 1/6 1/6 3/6 വരും. 3/6 means 1/2 plus 2/12 that is 1/6. അപ്പോൾ 8/4/6 that is 4/6 എന്ന് പറഞ്ഞാൽ 2/3 വരും ആൻസർ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. സിമ്പിളാണ്. ഇനി അടുത്തൊരു പ്രോബ്ലം. അതിലെ എല്ലാ പ്രോബ്ലം ഇതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്യണം. Okay, the following table gives probability that a certain computer will malfunction 0, 1, 2, 3, 4 and 5 or 6 times on any one day. അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കാണുമെന്നാണ് പറയുന്നത്. ഇതിലൊന്നുമില്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേക്ക് ഫൈൻഡ് മീൻ. ഇവിടെ എക്സും തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്. അപ്പോൾ മീൻ കാണാൻ എന്താ ഇക്വേഷൻ, മീൻ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എക്സ് ടേക്സ് ഓൾ ദ വാല്യൂസ്, അതായത് -∞ തൊട്ട് +∞ വരെയുള്ള എല്ലാ വാല്യൂ എന്നാണ്. ഇവിടെ എല്ലാ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 6 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ചെയ്തു നോക്കുക. അതൊന്നും അറിയാനില്ല. നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. വാല്യൂസ് നോക്കുക, കൊടുക്കുക. അതായത് 0 into 0.17 plus 1 into 0.29 plus 2 into 0.27 plus 3 into 0.16 plus 4 into 0.07 plus 5 into 0.03 plus 6 into 0.01. ഇതിന്റെ ആൻസർ ആണ് മീൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, വേരിയൻസ് ആണ്. വേരിയൻസ് മീൻസ് സമ്മേഷൻ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ. എന്താ, എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് കാണണം. എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് എങ്ങനെ കാണും, അതിൽ വാല്യൂ കൊടുക്കും സമ്മേഷൻ. ഇവിടെ -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കംപ്ലീറ്റ് വാല്യൂസ് എന്നാണ് പറയുന്നത്. മ്യൂ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടൂല. ആ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് സമ്മേഷൻ എക്സ് ഫ്രം 0 to 6 എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ. അതിലെ വാല്യൂസ് അതായത് 0 സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു 0.17 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു 0.29 നെക്സ്റ്റ് 4 ഇൻറ്റു 0.27. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സെയിം. ഇതൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആ നേരത്തേതിൽ പിന്നെ പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ. എന്താണ് പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അതെന്താ, എക്സിനും 0ക്കും 5നും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വാല്യൂസ് ഏതൊക്കെ വരിക, എക്സിന്റെ വാല്യൂസ് 1 2 3 4 വരും. എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് വരും, എക്സ് ഈക്വൽ ടു 5 and 6. അത്ര മാത്രമേ ഉള്ളൂ.
ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലെറ്റ് എക്സ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് മീൻ 10. ഏതൊരു എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ് വിത്ത് മീൻ 10. ദാറ്റ് ഈസ് ഇ ഓഫ് എക്സ് ഓർ മ്യൂ ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്. ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് 25. ഇതാണെന്നും ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഫൈൻഡ് ദ പോസിറ്റീവ് വാല്യൂ ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് y equal to ax minus b. Given y equal to ax minus b. It has mean 0. Y has mean 0 means e of y. ഇതാണ് mu x എഴുതാം, ഐഡന്റിഫൈ ചെയ്യാം. mu y is 0 and variance of x equal, variance of y equal to 1. ഇനി എയുടെയും ബിയുടെയും വാല്യൂ കാണുന്ന പറയുന്നത് e of y 0 എന്നുള്ളതിന്റെ മീനിങ് എന്താ? e of ax minus b equal to 0. That is, ഈ ഒരു സൈഡ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ax, ഞാൻ എക്സ്പെക്ടേഷൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? e of ax plus b എന്ന് പറയുന്നത് a into e of x, ax plus b എന്ന് പറയുന്നത് a into e of x plus b ആണ്. അപ്പോ e of ax minus b എന്ത് വരും? ഈ ഒരു റിസൾട്ട് കിട്ടി, നമുക്ക് ഇ ഓഫ് വൈ 0 ആണെന്ന് അറിയാം. അതുകൊണ്ട് ഗിവൺ, ഇതൊക്കെ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. ഇനി ഇ ഓഫ് വൈ ഈക്വൽ ടു 0 വൈക്ക് പകരം ഞാൻ ax മൈനസ് ബി എന്ന് കൊടുക്കുന്നു. അപ്പോ ദാറ്റ് ഈസ് a ഇൻറ്റു ഇ ഓഫ് എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു 0. അതായത് ഇ ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ 10 ആണ്. ദാറ്റ് ഈസ് a ഇൻറ്റു 10, ദാറ്റ് ഈസ് 10a മൈനസ് ബി ഈക്വൽ ടു 0. ഇത് ഇ ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് ഡിറൈവ് ചെയ്തതാണ്. ഇനി ഇവിടെ നോക്കും, വേരിയൻസ് ഓഫ് വൈ, വേരിയൻസ് ഓഫ് എ എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു 1. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്തായിരുന്നു? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഞാൻ പറഞ്ഞു രണ്ടും രണ്ടാണെന്ന്. ഇതുപോലെയല്ല, എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ദെർഫോർ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 25 ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് റിലേഷൻ കിട്ടിയില്ല നമുക്ക്. a square into 25 equal to 1 means a square equal to 1 by 25 or a equal to plus or minus 1 by 25. അല്ലേ? ഇനി 10a minus b equal to 0 പറഞ്ഞാൽ 10a equal to b or b equal to 10a. നമുക്ക് b ആണല്ലോ വേണ്ടേ. അപ്പോൾ നമുക്ക് നമ്മൾ താഴെ അത് ഞാനിങ്ങനെ ഇതുപോലെ അലൈൻമെന്റ് ഒന്നും കറക്റ്റ് അല്ലാതെയാണ് ഇത്. നിങ്ങൾ രണ്ടും ഡിറൈവ് ചെയ്യാം. അപ്പോൾ എ ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 1 ബൈ 25 കിട്ടി. എ ഈക്വൽ ടു 1 ബൈ 25 ആയാൽ ബി എന്താവും? 10 ബൈ 25, ദാറ്റ് ഈസ് 2 ബൈ 5. ഇനി എ ഈക്വൽ ടു മൈനസ് 1 ബൈ 25 ആയാൽ ബി ഈക്വൽ ടു മൈനസ് 10 ബൈ 25, ദാറ്റ് ഈസ് മൈനസ് 2 ബൈ 5 വരും. അപ്പോൾ രണ്ട് വാല്യൂസ് ആണ് വന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫൈൻഡ് ദ പോസിറ്റീവ് വാല്യൂ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് എന്നുള്ള കേസ് ആദ്യം തന്നെ ഒഴിവാക്കാം. എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ബൈ 25 എന്ന് കിട്ടിയാലും നിങ്ങൾ ഇത് കാണുന്നില്ല. ഇത് എ ഈക്വൽ ടു മൈനസ് 25 ആകുമ്പോൾ ബി കാണണ്ട. കാരണം ഫൈൻഡ് ദ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എ ഈക്വൽ ടു ദിസ് വൺ ആൻഡ് ബി ഈക്വൽ ടു ദിസ് വൺ. ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അതേപോലത്തെ ഒരു പ്രോബ്ലമാണ് അത് ഞാൻ തരാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം അതുപോലെ തന്നെ എന്താ? ഗിവൺ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇ ഓഫ് എക്സ് ആണോ ഇ ഓഫ് എക്സ് സ്ക്വയർ ആണോ ഇ ഓഫ് 2x പ്ലസ് ഓർ മൈനസ് 3. അപ്പോൾ അത് വരും ഇ ഓഫ് 2x പ്ലസ് 3 ഒരെണ്ണം, ഇ ഓഫ് 2x മൈനസ് 3 അടുത്തത്. അതേപോലെ വേരിയൻസ് ഓഫ് 2x പ്ലസ്, അത് രണ്ട് 2x പ്ലസ് 3 ആയാലും 2x മൈനസ് 3 ആയാലും അതെന്ത് വരും? 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് വരും. വേരിയൻസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യും. ഇതിനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക.